എന്നും സെയിം ടൈപ്പ് ഓഫ് ചട്നി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി പൊട്ടി വന്നത് നമ്മളതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കൂടെ ചേർത്ത് വഴറ്റാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴഞ്ഞു വന്നത് നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് കൂടെ ചേർത്ത് വഴറ്റാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു 4 തക്കാളി, പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. ഇപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്കതിലേക്ക് ഇനി മല്ലിയില കൂടെയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണ വരെ വഴറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് ആറണ വരെ വെയിറ്റ് ചെയ്യാം. ആറിയതിന് ശേഷം നമുക്കിതിനെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റായി അരച്ച് വെച്ചതിലേക്ക് നമുക്കിനി കടുക് പൊട്ടിക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.